ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ അതിനിർണായകമായ പോരാട്ടം കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി FC. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫെയ്റ്റ് ഡിസൈഡ് ചെയ്യുന്ന 90 മിനിറ്റുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ വരാനിരിക്കുന്ന 90 മിനിറ്റുകൾ 90 മിനിറ്റ്സ് വിൽ ഡിസൈഡ് ദ ഫെയ്റ്റ് ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻ ദിസ് സീസൺ. ഒരു സംശയവും വേണ്ട. ഈ 90 മിനിറ്റിൽ ലൂസിംഗ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷനേ അല്ല, നമുക്ക് വിജയം മാത്രം. ബിക്കോസ് കഴിഞ്ഞ 6 വർഷമായി ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകനും ഹൃദയത്തിന്റെ ഉള്ളിൽ താലോലിക്കുന്ന ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ തൊട്ടരികെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിൽക്കുന്നത്. ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ സെമി ഫൈനൽ പ്ലേ ഓഫിലേക്കുള്ള യോഗ്യതയ്ക്ക് തൊട്ട് അരികെ. സോ കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാ കൈമെയ് മറന്ന് പോരാടാൻ നിങ്ങൾക്ക് കഴിയട്ടെ. We have to play for it. We have to pray for it. And we have to go for it. Check the Kerala. വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളെ എല്ലാവരെയും ഒരു കാര്യം പറയാൻ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ മാച്ച്, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ മാച്ച് ചെന്നൈയിൻ FCക്കെതിരായ മാച്ചിൽ കമന്ററി ബോക്സിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. അന്ന് എനിക്ക് കമന്ററി ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല. ഒരുപാട് മെസ്സേജസ് സോഷ്യൽ മീഡിയയിൽ എനിക്ക് കിട്ടി. അന്നും ആ സമയത്ത് കിട്ടി, പിന്നീടും കിട്ടി. സോ തുടക്കത്തിലെ പറയട്ടെ, നിർണായക മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈയുമായി നടക്കാൻ പോകുന്ന ഈ 19ാം റൗണ്ടിന്റെ നിർണായക മത്സരത്തിൽ മലയാളം കമന്ററി ബോക്സിൽ ഞാൻ ഉണ്ടാകും എന്ന് നിങ്ങളെ എല്ലാവരോടും ഉറപ്പ് നൽകുകയാണ്. ഇതെന്റെ വാക്കാണ്. ഈ മാച്ചിന് കമന്ററി പറയാൻ ഞാൻ ഉണ്ടാകും ഏഷ്യാനെറ്റ് പ്ലസിന്റെ കമന്ററി ബോക്സിൽ. ഈ മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഫസ്റ്റ് ലെഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 3-0 മുംബൈ സിറ്റി FCയെ തോൽപ്പിച്ചിരുന്നു. സോ ഈ സെക്കൻഡ് ലെഗിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഒരു മാനസികമായ മുൻതൂക്കം, ഒരു മെന്റൽ അഡ്വാൻറ്റേജ് കേരള ബ്ലാസ്റ്റേഴ്സിന് തീർച്ചയായിട്ടും അവകാശപ്പെടാം ബിഫോർ ദ മാച്ച്. അന്ന് ശരിക്കും പറഞ്ഞാൽ ടേബിൾ ടോപ്പേഴ്സായി നിൽക്കുന്ന മുംബൈ സിറ്റി FCയാണ് അന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് 3-0 ആദ്യ പാദത്തിൽ തോൽപ്പിച്ചത്. അന്ന് മുംബൈ കേരള ബ്ലാസ്റ്റേഴ്സിനോട് തോൽവി ഏറ്റുവാങ്ങുന്നതിന് മുൻപ് 4 മത്സരങ്ങൾ തുടർച്ചയായി ജയിച്ച് 13 ഗോളടിച്ച് നിന്നിരുന്ന മുംബൈ സിറ്റി FCയാണ് നെല്ലംപരിച്ചാക്കി കളഞ്ഞത്, ശരിക്ക് തേച്ചൊട്ടിച്ച് കളഞ്ഞത് ശരിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ്. അന്ന് പെരേര ഡയസും അൽവാരോയും അതേപോലെ സഹലും അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോളുകൾ നേടി. ശരിക്കും പറഞ്ഞാൽ ആ വിജയത്തിന് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഡ്രീം റണ്ണിന്റെ തുടക്കം. ശരിക്കും പറഞ്ഞാൽ അതാണ് ഒരു മികച്ച മുന്നേറ്റങ്ങളുടെ തുടക്കം. മറുഭാഗത്ത് മുംബൈനെ നോക്കിക്കഴിഞ്ഞാൽ മുംബൈ സിറ്റി FC അതിനുശേഷമാണ് ഈ സീസണിലെ വലിയ തകർച്ചയുടെ പടുകുഴിയിലേക്ക് വീണുപോയത്. മുംബൈയുടെ ഡൗൺഫോളിന്റെയും തുടക്കം ശരിക്കും ആ പരാജയമായിരുന്നു. സോ അങ്ങനത്തെ 2 ആംഗിളിൽ നോക്കിക്കാണും. സോ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം ക്യാമ്പിൽ നിന്നും നമുക്ക് ശുഭകരമല്ലാത്ത ചില വാർത്തകൾ കൂടി വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പരിക്കിന്റെ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട്. അതേപോലെ ചില അച്ചടക്ക നടപടികൾ, ചില സസ്പെൻഷൻ വിവരങ്ങളും ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. സോ ഇതൊക്കെ നേരിട്ട് തന്നെ ആയിരിക്കും നാളെ നമ്മുടെ പ്രിയങ്കരനായ കോച്ച് ഇവാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയിങ് 11 പ്രഖ്യാപിക്കുക എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഏതായാലും കാത്തിരിക്കാം. നമുക്ക് പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെ മുറുക്കെ പിടിച്ച് ടീമിനോടുള്ള പിന്തുണ ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിച്ച് നമുക്ക് കാത്തിരിക്കാം. KP രാഹുൽ ഏതായാലും ഫസ്റ്റ് മാച്ചിലാണ്, സീസണിലെ ഫസ്റ്റ് മാച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ കളിച്ച KP രാഹുൽ ഒരുപാട് മത്സരങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം നാളെ മീൻസ് മുംബൈക്കെതിരായ മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. KP രാഹുൽ ഉണ്ടാവും. പക്ഷേ മാറ്റങ്ങൾ ഡിഫൻസിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ ഉണ്ടാകാം, മിഡ്ഫീൽഡിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥനയോടെ നമ്മൾ ആകാംക്ഷാഭരിതരായി കാത്തിരിക്കുകയാണ്. കാരണം ടീമിന് ഈ മത്സരം ജയിച്ചേ പറ്റൂ. നിർണായകമായ മത്സരമാണ്. ഇനി മുംബൈയുടെ നിരയിലേക്ക് നോക്കിയാൽ ഏറ്റവും വലിയ മിസ്സിംഗ് അഹമ്മദ് ജാഹു ആണ്. മുംബൈയുടെ മിഡ്ഫീൽഡിൽ മുംബൈയുടെ എല്ലാ നീക്കങ്ങളിലേക്കും ചുക്കാൻ പിടിക്കുന്നത് മൊറോക്കൻ പ്ലേ മേക്കറായ അഹമ്മദ് ജാഹു ആണ്. കഴിഞ്ഞ ഏതാനും മത്സരങ്ങൾ പരിക്ക് മൂലം അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായ നിർണായക മത്സരത്തിലും അഹമ്മദ് ജാഹു കളിക്കാൻ ഇറങ്ങില്ല
എന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന സൂചന. അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. കാരണം അഹമ്മദ് ജാഹു ഇല്ലാത്ത മുംബൈ മിഡ്ഫീൽഡ് കേരള ബ്ലാസ്റ്റേഴ്സിന് എളുപ്പത്തിൽ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മിഡ്ഫീൽഡാണ്. അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആംഗിളിൽ നിന്ന് നോക്കിയാൽ. സോ എല്ലാം കൊണ്ടും നിർണായകമായ ജീവൻ മരണ പോരാട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എല്ലാം കൊണ്ടും ഈ ഒരു അവസരത്തിന് തുയർന്ന് ഇനിയുള്ള 2 മത്സരങ്ങളും ജയിച്ചുകൊണ്ട്, ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും 6 വർഷമായി കൊണ്ട് നടക്കുന്ന ഒരു സ്വപ്നത്തിന്റെ അരികിലാണ്, അതിന്റെ സാക്ഷാത്കാരത്തിന്റെ അരികിലാണ്. ആ സ്വപ്ന സാക്ഷാത്കാരം, ഡ്രീം സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം. സോ ഇനി ഈ മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മുംബൈ സിറ്റിക്ക് എതിരായ ഈ മത്സരത്തിന്റെ 90 മിനിറ്റുകൾ, ഈ 90 മിനിറ്റുകളാണ് നമ്മുടെ ഫേറ്റ് നിശ്ചയിക്കാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലെയേഴ്സിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ 90 മിനിറ്റുകളിലേക്കാണ് ഈ മത്സരം നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നത്. സിന്ദഗി കാ അഹം 90 മിനിറ്റ്സ് എന്ന് പറയാം എല്ലാ അർത്ഥത്തിലും. ഈ മത്സരത്തിന്റെ ആവേശം ചുരുക്കം ചില വാക്കുകളിലേക്ക് ആവാഹിച്ചാൽ നമുക്കിതിനെ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങളുടെ യുദ്ധത്തിൽ നിങ്ങൾ നേരിടാൻ പോകുന്നത് നിങ്ങളെക്കാൾ ശക്തരായിരിക്കും. പക്ഷെ അവർക്ക് മുന്നിൽ നിങ്ങൾ തോൽക്കില്ല. ബിക്കോസ് അവരെ നേരിടാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരും. കാരണം നിങ്ങളുടെ ജയം ആഗ്രഹിക്കുന്ന കുറെ മനസ്സുകൾ ആ സമയം നിങ്ങളുടെ ചുറ്റിലുമുണ്ടാകും. അവർക്ക് വേണ്ടി നിങ്ങൾക്ക് ജയിച്ചേ മതിയാകൂ. അതുകൊണ്ട് തോൽവി നിങ്ങൾക്കില്ല, അവർക്ക് വേണ്ടി നിങ്ങൾക്ക് ജയിച്ചേ മതിയാകൂ. എന്തുകൊണ്ടെന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് വെറും ഒരു ടീമല്ല, ലക്ഷങ്ങളുടെ വികാരമാണ്. KBFC an emotion of millions.